നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ല. ഇ ഡി നോട്ടീസിലെ ആരോപണം വസ്തുതാവിരുദ്ധം. വിശദീകരണവുമായി കിഫ്ബി സിഇഒ. ഇ ഡി നോട്ടീസിൽ വിശദീകരണവുമായി കിഫ്ബി സിഇഒ. പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്ന് കിഫ്ബി വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. ഇ ഡി നോട്ടീസിലെ വാദം വസ്തുതാവിരുദ്ധമാണെന്നും മസാല ബോണ്ട് വിനിയോഗത്തിൽ ക്രമക്കേടില്ലെന്നും കിഫ്ബി പറയുന്നു. RBI നിർദ്ദേശം കൃത്യമായി പാലിച്ചിട്ടുണ്ട്. ഏതുതരം പരിശോധനയ്ക്കും തയ്യാറാണെന്നും സിഇഒ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഇ ഡി നടപടികൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നും കിഫ്ബി ആരോപിച്ചു. ആവശ്യപ്പെട്ടത് 25,000, കൊടുത്തത് 15,000. കൈക്കൂലി കേസിൽ എഞ്ചിനീയർ കയ്യോടെ പിടിയിൽ. കോൺട്രാക്ട് ലൈസൻസിന് കൈക്കൂലി വാങ്ങുന്നതിനിടെ ജലസേചന വകുപ്പ് എഞ്ചിനീയർ വിജിലൻസിന്റെ പിടിയിലായി. ഇടമലയാർ ജലസേചന പദ്ധതിയുടെ അങ്കമാലി ഓഫീസിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിൽസൺ 15,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് വിജിലൻസിന്റെ കെണിയിൽ വീണത്. ഇടമലയാർ ജലസേചന പദ്ധതിയുടെ അങ്കമാലി ഓഫീസിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് PM വിൽസൺ. C ക്ലാസ് കരാറുകാരന് കോൺട്രാക്ട് ലൈസൻസ് നൽകാൻ വിൽസൺ ആവശ്യപ്പെട്ടത് 25,000 രൂപയാണ്. വിജിലൻസ് കൊച്ചി യൂണിറ്റിനെ സമീപിച്ച കരാറുകാരൻ വിജിലൻസ് നൽകിയ 15,000 രൂപയുമായി വിൽസനെ സമീപിച്ചു. വിൽസൺ കാശ് വാങ്ങി. പിന്നാലെ പിടിയും വീണു. നേരത്തെ തന്നെ കൈക്കൂലി ആരോപണങ്ങൾ നേരിട്ടിരുന്ന ആളാണ് വിൽസണെന്ന് വിജിലൻസ് പറയുന്നു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മലയാളി വിദ്യാർത്ഥി ചികിത്സയ്ക്കിടെ മരിച്ചു. ഗുജറാത്ത് സൂറത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മലയാളി വിദ്യാർത്ഥി ചികിത്സയ്ക്കിടെ മരിച്ചു. തൃശൂർ സ്വദേശിയായ അദ്വൈത് M. നായരാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലാണ് കെട്ടിടത്തിൽ നിന്ന് ചാടി അദ്വൈത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഇന്ന് മരണം സ്ഥിരീകരിച്ചു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് അദ്വൈത്. വിദ്യാർത്ഥിക്ക് ചികിത്സ നൽകാൻ വൈകിയെന്നാരോപിച്ച് സഹപാഠികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. അതേസമയം ചികിത്സാ പിഴവ് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് ഗുജറാത്ത് പോലീസ് അറിയിച്ചു. അനധികൃത മദ്യവിൽപ്പന. 25 ലിറ്റർ മദ്യവുമായി പുന്നപ്ര സ്വദേശി എക്സൈസ് പിടിയിൽ. ഡ്രൈഡേ ദിവസം വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച 1/2 ലിറ്ററിന്റെ 50 കുപ്പി മദ്യവുമായി പുന്നപ്ര സ്വദേശി പിടിയിൽ. പുന്നപ്ര ആലിശ്ശേരി വീട്ടിൽ ഔഷധിഷിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ആലപ്പുഴ എക്സൈസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പുന്നപ്ര ഫിഷ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും ഔഷധിഷിനെ പിടികൂടിയത്. ഇയാളെക്കുറിച്ച് മുമ്പും നിരവധി പരാതികൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ടെന്നും മദ്യശാലകൾ അടഞ്ഞുകിടക്കുന്ന ദിവസം നോക്കിയാണ് കൂടുതൽ കുപ്പി വാങ്ങിവെച്ച് അധിക വിലയ്ക്ക് ആവശ്യക്കാർക്ക് വിറ്റുകൊണ്ടിരുന്നതെന്നും എക്സൈസ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാൻ കോൺഗ്രസ്. ലൈംഗിക പീഡന പരാതി നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കൂടുതൽ നടപടിയെടുക്കുന്നതിൽ കോൺഗ്രസിൽ ധാരണ. മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതി ഉത്തരവിന് ശേഷം തീരുമാനിക്കാമെന്നാണ് ധാരണ. പ്രധാന നേതാക്കൾക്കിടയിൽ നടത്തിയ കൂടിയാലോചനയിലാണ് തീരുമാനം. പീഡന പരാതിയിൽ അറസ്റ്റുണ്ടായാൽ രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കും. അതേസമയം ലൈംഗിക പീഡന ഭ്രൂണഹത്യ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 5-ാം ദിവസവും ഒളിവിലാണ്. വ്യാപക പരിശോധന നടത്തിയിട്ടും പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താനായിട്ടില്ല.